സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്തുടനീളം മുന്നണികളിൽ അസ്വാരസ്യങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടായിരിക്കുക. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ ചൊല്ലി BJPയിലും LDFിലും ഉള്ള തർക്കം തുടരുകയാണ്. മധ്യ കേരളത്തിൽ വിവിധ ജില്ലകളിൽ സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2 ദിവസത്തിനകം എല്ലാ സീറ്റുകളിലേക്കും മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോഴിക്കോട് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും നേതാക്കളുടെ രാജിപ്രഖ്യാപനവും ഉണ്ടായി. അപ്പോൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വിവിധയിടങ്ങളിൽ നിന്നുള്ള നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോടൊപ്പം തന്നെ എറണാകുളത്ത് നിന്ന് ലിഡിയ ജേക്കബും ഒപ്പം തന്നെ കോഴിക്കോടുള്ള വിവരങ്ങൾ TN സലീമാണ് നൽകുന്നത്. അത് നമുക്ക് ലിഡിയയിലേക്ക് പോകാൻ തോന്നുന്നു. ലിഡിയ എത്തിയിട്ടുണ്ട്. ലിഡിയ, അപ്പൊ എന്താണ് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. കൊച്ചി കോർപ്പറേഷനിലടക്കം വലിയ തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. എല്ലാ പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കാനായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്താണ് നിലവിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് LDFിലെയും UDFിലെയും BJPയുടെയും നിലവിലെ അവസ്ഥ? നൗഫൽ, ജിൽസി, ഈ കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള LDFിന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളെ ഒരുവിധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വലിയ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടിയും വളരെ ചുരുക്കം സീറ്റുകളിൽ മാത്രമാണ് ജില്ലാ പഞ്ചായത്തിലേക്കും ഒപ്പം കോർപ്പറേഷനിലേക്കുമുള്ള NDAയുടെയും LDFിന്റെയും സ്ഥാനാർത്ഥികളെ, വളരെ ചുരുക്കം സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിക്കാനുള്ളത്. ബാക്കി മുഴുവൻ ഏകദേശം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞു. ഇനി പ്രഖ്യാപിക്കാനുള്ളത് പ്രധാനമായും UDFിന്റെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ്. അതിന്റെ സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരുന്നു. 13 സീറ്റുകളിലേക്ക് ജിൻഡോ ജോണുകൾ അടക്കമുള്ള പ്രമുഖർ UDFിന്റെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ജിൻഡോ ജോൺ അടക്കമുള്ള ആളുകളുണ്ട്. മാത്രമല്ല വളരെ യങ് ആയിട്ടുള്ള കുറേ പ്രതിനിധികളും UDFിന്റെ ഇപ്രാവശ്യം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കൊച്ചി കോർപ്പറേഷനിലടക്കം തർക്കങ്ങളുള്ള സീറ്റുകൾ അത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മുൻ ഡെപ്യൂട്ടി മേയർ ഇത്തരത്തിൽ സ്വതന്ത്രനായി മത്സരിക്കും, ഈ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുമെന്നടക്കം അറിയിച്ചിരുന്നു. അത്തരത്തിൽ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രത്യേകിച്ചും UDFിൽ അസ്വാരസ്യങ്ങൾ അത് തുടരുകയാണ്. അത് രമ്യമായി പരിഹരിക്കാനുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെയാണ് നിലവിൽ നടന്നു വരുന്നത്. മധ്യകേരളത്തിലേക്ക് മറ്റു ജില്ലകളിലേക്ക് പോവുകയാണെങ്കിൽ ഇടുക്കിയിലാണ് പ്രധാനമായും ഈ ഘടകകക്ഷികൾ തമ്മിലുള്ള പോര്, കൃത്യമായിട്ടുള്ള പോര് മുറുകുന്നത്. പ്രത്യേകിച്ചും UDFിലും NDAയിലും ഈ ഘടകകക്ഷികൾ തമ്മിലുള്ള പോര് വളരെ വ്യക്തമായി അത് മുന്നോട്ട് പോവുകയാണെന്ന് വേണം പറയാൻ. ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അവസാനഘട്ട ഘട്ടത്തിലേക്ക് ഈ ഇടുക്കിയിൽ UDFിനും NDAയ്ക്കും എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. LDF നേരത്തെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയത്ത് പക്ഷേ UDFിന്റെ സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. CPIയിൽ ചെറിയ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. പ്രത്യേകിച്ചും ഐമനം പഞ്ചായത്തിൽ CPI കൂടുതൽ സീറ്റ് ചോദിച്ചത് CPMൽ ചെറിയ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ UDFിൽ ഏകദേശം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഉള്ളത് കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് 14, കേരള കോൺഗ്രസ് 8, ലീഗ് 1 ജില്ലകളിലേക്കാണ്, അല്ലെങ്കിൽ ഡിവിഷനിലേക്കാണ് മത്സരിക്കുക. അത്തരത്തിലാണ്. പക്ഷേ തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ തൃശ്ശൂരിൽ വലിയ രീതിയിലുള്ള പോര് അങ്ങോട്ടും ഇങ്ങോട്ടും മുറുകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂരിൽ DCCയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. അതിനെ തുടർന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രത്യേകിച്ചും DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സ്ഥാനം രാജിവെച്ച് മാറിയിരുന്നു. മാത്രമല്ല ഒരു മുൻ കൗൺസിലർ കൂടി പാർട്ടി വിട്ടിരുന്നു. അത്തരത്തിൽ കൂടുതൽ അസംതൃപ്തർ ഇന്നും രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ LDFിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ അവർ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇന്ന് പ്രചാരണത്തിനിറങ്ങും. BJPയുടെ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഉടൻ പുറത്തുവരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതാണ് മധ്യ കേരളത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത്. ആലപ്പുഴയിലും ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയിലും സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലാണ്.